പാക് അധീന കശ്മീരിൽ വലിയ കലാപം നടക്കുകയാണ്. പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ വലിയ കലാപത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു. 200-ലേറെ പേർ മരിച്ചുവെന്നും അതിലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടാണ് ഇതിലെടുക്കുന്നത്? പാക് അധീന കശ്മീരിന്റെ ഈ വിഷയത്തിൽ, ഈ കലാപത്തിൽ ഇന്ത്യ ഇടപെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന പാക് അധീന കശ്മീരിൽ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ പാക് അധീന കശ്മീരിന്റെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോഴിതാ കശ്മീരിൽ നടക്കുന്ന ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ചൊവ്വാഴ്ച പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു. പാക് സൈന്യം റാവൽകോട്ടിലെ പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുത്തതിന് ശേഷവും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തന്നെ അവിടെ തുടരുകയാണ് എന്നാണ് ഇന്ത്യ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെ അക്രമാസക്തമായ സാഹചര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വ്യാജ വാർത്തകളുടെയും എഡിറ്റ് ചെയ്ത വീഡിയോകളുടെയും ഒരു പ്രത്യേക രീതി ഇന്ത്യ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. POKയിൽ പാകിസ്ഥാൻ പോലീസിന്റെയും സൈന്യത്തിന്റെയും വളരെ വലിയ ക്രൂരതയാണ് നടക്കുന്നത് എന്നും ഇന്ത്യ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം, ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നും ഇന്ത്യ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാന്റെ ഈ നടപടികളെ അപലപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നീക്കമാണ് പാക് അധീന കശ്മീരിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.